You are watching Reporter Evening Show. നയപ്രഖ്യാപനത്തോടെ എല്ലാം നന്നായി വരുമെന്ന സർക്കാർ പ്രതീക്ഷകൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് മറുപടി നൽകി ഗവർണർ തന്റെ നയം പ്രഖ്യാപിച്ച ദിവസമാണ്. അനുനയമില്ല എന്ന നയം പ്രഖ്യാപിച്ച ദിവസം ഒരു വല്ലാത്ത വരവായിരുന്നു. വളരെ വേഗം പോയി. പ്രതിപക്ഷ ഉപനേതാവിന്റെ വാക്കുകൾ കടമെടുത്താൽ വാണം വിട്ടതുപോലെ സഭയിൽ നിന്ന് മടങ്ങിപ്പോയി ഗവർണർ. മുഖ്യമന്ത്രിയെ ലെവലേശം കൂസാതെയും മുഖം നൽകാതെയുമാണ് ഗവർണർ മടങ്ങിയത്. പോർമുഖം വീണ്ടും കലുഷിതമാകുന്നു. സർക്കാർ ഗവർണർ പോര് എവിടേക്ക് എന്നാണ് ഈവനിംഗ് ഷോ പരിശോധിക്കുന്നത്. സ്വാഗതം. ചർച്ചയിൽ അതിഥികളായി BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, CPM-ൽ നിന്നും A. സമ്പത്ത്, കോൺഗ്രസ് നിരീക്ഷകൻ VR അനൂപ് എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനിലേക്ക്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ സഭയെ അവഹേളിക്കുകയായിരുന്നു ഗവർണർ. സഭയെ അവഹേളിക്കുകയല്ല, ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പും ഇതേപോലെ മുൻഭാഗവും, അതായത് ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും വായിച്ചിട്ട് ഗവർണർ പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് മുഴുമിക്കാതെ അല്ലെങ്കിൽ മുഴുവനായിട്ടും വായിക്കാത്തത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. രാജ്ഭവനിൽ നിന്നും വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ഇതിലെ ഈ നയപ്രഖ്യാപന പ്രസംഗം ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾക്ക് വിപരീതമായി കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തെറ്റായൊരു സംഗതിയാണ്. അത് പാർലമെൻറ്റിൽ ഇടതുപക്ഷ MP-മാർ ഇന്ന് വരെ ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ പോലും ഉന്നയിക്കാത്ത ഒരു ആരോപണം ഗവർണറെ കൊണ്ട് വായിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ വിമുഖത ഉണ്ടാവുമായിരിക്കും. അത്ര ഇപ്പോൾ അതിൽ വായിച്ചിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. മറ്റ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന വേറെയും ചില ഭാഗങ്ങളുണ്ടാവും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് വായിക്കാൻ തയ്യാറാവാതെ അദ്ദേഹം പോയത്. പക്ഷേ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ശ്രീ A. സമ്പത്ത്, ഈ കാര്യത്തിൽ CPM-നകത്ത് രണ്ട് അഭിപ്രായമുണ്ടോ? കാരണം സർക്കാർ ഒരു പോർമുഖം തുറക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല, അല്ലെ? ഗവർണർ ഇന്ന് പോയ ശേഷം ആ തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് പൊതുവെ എടുത്തിരിക്കുന്നത്. അതേസമയം LDF കൺവീനർ EP ജയരാജൻ അങ്ങനെയല്ല പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ CPM വിഷയത്തിൽ എടുക്കുന്ന നിലപാട്? ഗവർണർക്കെതിരെ പോർമുഖം തുറക്കുക എന്നൊക്കെ ഉള്ളത് ആലങ്കാരികമായി നിങ്ങൾ ചില മാധ്യമ സുഹൃത്തുക്കൾക്ക് പറയാം. അത് അങ്ങനെ ആയിക്കോട്ടെ. അപ്പം ഞാൻ അധിക സമയമൊന്നും എടുക്കുകയല്ല. ഞാൻ എൻ്റെ സുഹൃത്ത് ശ്രീ അനന്തപത്മനാഭനോട് തർക്കിക്കാനൊന്നുമല്ല, നിങ്ങളോട് ആരോടും തർക്കത്തിനില്ല. ഈ 2019 ആണ്ട് സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി കേരളത്തിൻ്റെ 22ാമത്തെ ഗവർണറായി ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. സെപ്റ്റംബർ മാസം 6-ാം തീയതി 2019 ആണ്ടിലാണ് അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായി ചുമതലയെടുക്കുന്നത്. ഞാൻ ഈ ചർച്ചയുടെ ആമുഖത്തിൽ ഇത് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി ഞാൻ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഞാനാണ് ആ വാറണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമ്മാനിക്കുന്നത്. ആ വാറണ്ട് എന്നാണ് അതിന് പറയുക, ഞാനാണ് കൊടുത്തത്. അങ്ങനെ ഒരാളെ കൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഞാൻ ഈ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനോട് വ്യക്തിപരമായുള്ള എല്ലാ ബഹുമാനവും ഗവർണർ സ്ഥാനത്തോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മലയാളം അദ്ദേഹത്തിന് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് ഇത്തരത്തിൽ ഇതുണ്ടല്ലോ, നയപ്രഖ്യാപന പ്രസംഗം. നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. തുടക്കം എങ്ങനെയാണ്? Honorable Speaker, Chief Minister, Ministers, Leader of the Opposition and Members. ഇത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഇംഗ്ലീഷ് എന്നുള്ളത്. മലയാള പരിഭാഷ ഞാനിപ്പോൾ വായിക്കുന്നില്ല എന്നുള്ളൂ. ഒന്നാമത്തെ ഖണ്ഡിക: It is my honor and privilege to address this august body of representatives of the people of Kerala, marking the beginning of the 10th session of the 15th Kerala Legislative Assembly. ഇതിൻ്റെ കൺക്ലൂഷൻ ഉൾപ്പെടെ 136 ഖണ്ഡികകളാണ്. ഈ 136 ഖണ്ഡികകളിൽ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റാതായി പോയത് എന്തൊക്കെയാണ് അതിലെ ഖണ്ഡിക എന്നുള്ളത് അങ്ങനെ BJP-യുടെ ഏതെങ്കിലും വക്താവിനോ നേതാക്കൾക്കോ അല്ല, BJP-കാർ പറയുന്നതാണ് ശരിയെന്ന് ഏതെങ്കിലും മാധ്യമ സുഹൃത്തുക്കൾക്കോ അങ്ങനെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഈ മലയാള പരിഭാഷയോ അതല്ല ഈ ഇംഗ്ലീഷ് വെർഷനിലോ ഉള്ളതിൽ അങ്ങനെ കൃത്യമായി പറയണം. എന്താ ഇതിലെ ഈ
ഞാൻ ഒരു പാരഗ്രാഫ്. ദ റീജിയണൽ റിവ്യൂ മീറ്റിംഗ്സ് ആറ്, ദി കേരളാസ് ഡെവലപ്മെൻ്റൽ നറേറ്റീവ് അടുത്ത 7, ദോ ദ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPA റിലീസ്ഡ് ബൈ നീതി ആയോഗ് എറ്റ്സെട്ര. 8, അണ്ടർ ദ അവകാശം അതിവേഗം പ്രോജക്റ്റ്. അത് അദ്ദേഹം തന്നെ പറയേണ്ടത് മൈ ഗവൺമെൻറ് അത്തരം കാര്യങ്ങൾ അതിന് ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. മൈ ഗവൺമെൻറ് ഹാസ് ഏൺഡ് ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ബീയിങ് ദ ഫസ്റ്റ് ഇൻ ദ കൺട്രി ടു ലോഞ്ച് എ വെൽഫെയർ ഫണ്ട് ഫോർ വർക്കേഴ്സ് അണ്ടർ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. എന്താ വിയോജിപ്പുള്ള കാര്യമാണോ? ആർക്കെങ്കിലും വിയോജിപ്പുള്ള കാര്യമാണോ? അല്ലല്ലോ. ഇനി ഇതിൻ്റെ ഒരുപാട് ഖണ്ഡികകളെല്ലാം ഞാൻ സമയച്ചുരുക്കം കൊണ്ട് വായിക്കുന്നില്ല, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ അപഹരിക്കുകയല്ല. ഖണ്ഡിക 14 ഇൻ ദ ഹെൽത്ത് സെക്ടർ. ഇവിടെ ഈ പുതിയ ഡാമുകളുടെ നിർമ്മാണത്തെ സംബന്ധിച്ച്, അതുപോലെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനെ സംബന്ധിച്ച്, പുതിയ നിക്ഷേപത്തെ സംബന്ധിച്ച്, ഇങ്ങനെ നിരവധി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിനെ സംബന്ധിച്ച്, ഇങ്ങനെയുള്ള യുണീക്കായിട്ടുള്ള നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ ഒരു നയപ്രഖ്യാപന പ്രസംഗം, അതൊരു വിഷൻ. ആ വിഷൻ എന്നുള്ളത് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ വിഷനാണ്. ആ സംസ്ഥാന ഒരു കവല പ്രസംഗം പോലെ ആയിരുന്നില്ലേ ഈ നയപ്രഖ്യാപന പ്രസംഗം എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ അദ്ദേഹം അതൊക്കെ ചോദിച്ചു കൊള്ളട്ടെ. ഒരിക്കൽ പോലും ഒരു നിയമസഭയിലോ ഒരു പാർലമെൻറ്റിലോ അംഗമല്ലാതിരുന്ന ഒരാൾ ഇത്തരത്തിൽ ഈ ഒരു സഭയിൽ നടക്കുന്നത് ഒരു ഫ്ലോർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച്, ആ സഭയുടെ സാമാന്യ മര്യാദകളെ സംബന്ധിച്ച്, റൂൾസ് ഓഫ് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തിനേറെ പറയുന്നു. ഇതുണ്ടല്ലോ, ഈ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയിട്ട് 75 വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. ഈ ഭരണഘടന തന്നെ വേണമെങ്കിൽ കീശയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ചീട്ട് അത് വായിക്കുമ്പോഴേക്കും ഒറ്റ ഭേദഗതിയോടുകൂടി ഈ ഭരണഘടന റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു വായിക്കേണ്ട ഗവർണർ ഇന്നലെ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഈ സർക്കാരിന്റെ മുഖ്യ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന കരിങ്കൊടി കാണിച്ചുകൊണ്ട് ആ ഗവർണർക്കെതിരെ നേരിടില്ലായിരുന്നു. അപ്പൊ ഗവർണർക്കെതിരെ തെരുവിൽ പോരാടുമ്പോൾ ആ ഗവർണറുടെ ഭാഗത്തു നിന്ന് മിനിമലായിട്ടുള്ള കോപ്പറേഷൻ ഈ ഒരുപാട് വിട്ടുപോകാതെ. അല്ല അരുണേ, ഞാനതെല്ലാം സമ്മതിച്ചു. സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അവർക്ക് സ്വന്തമായി പരിപാടിയും ഭരണഘടനയുമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഞാൻ SFI പ്രവർത്തകനായിരുന്നതാണ്. SFI അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടന അല്ല. വല്ലാതെ അരുണങ്ങ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനായി ഒന്നും ശ്രമിക്കരുത് കേട്ടോ, അത് ശരിയായ ഒരു കാര്യമല്ല. അല്ല, SFI CPM ഒരു പാർട്ടിയാണ്, അത് രാഷ്ട്രീയ പാർട്ടിയാണ്, മറ്റൊരു വിദ്യാർത്ഥി സംഘടനയാണ്. നിങ്ങൾ പല ആളുകൾക്കും രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ സർക്കാരുമായി മിനിമം സഹകരണമേ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂ എന്ന് എല്ലാ സ്നേഹത്തോടും കൂടി ഈ കാര്യത്തിൽ വിയോജിക്കുകയാണ്. ശരി, ഒരു മുന്നറിയിപ്പായി സർക്കാരിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ് ഈ തന്നെ തെരുവിൽ എതിർക്കുന്ന ഒരു പാർട്ടിയുമായി തന്നെ നിരന്തരം അതെ ഗവർണർ നിലപാടെടുക്കുന്നു മിനിമം സഹകരണം. അതുകൊണ്ട് അവസാനത്തെ ഖണ്ഡിക വായിച്ചു. ആരോടാണ് ഗവർണർക്ക് ഉത്തരവാദിത്വം? നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ അരുണും ഈ വിദ്യാർത്ഥികളെയൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്ന ആളല്ലേ അല്ലേ ഡോക്ടർ അരുൺകുമാറെ? നമ്മളിതൊരു ഈ ദേഷ്യം തീർക്കാനായിട്ടുള്ളൊരു വർത്തമാനമല്ലല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 6 അനുച്ഛേദം 153 മുതൽ 162 വരെയാണ് ഒരു സംസ്ഥാനത്തെ ഗവർണറെ സംബന്ധിക്കുന്ന അധികാരങ്ങൾ, ചുമതലകൾ, പരിമിതികൾ, പെരുമാറ്റങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കം വാക്കുകളിലാണെങ്കിലും അത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാന നിയമസഭ അത് സംബന്ധിച്ചുള്ള റൂൾസ് നമ്മുടെ ഈ ചില നടപടിക്രമങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളും ഗവർണറെ സംബന്ധിച്ച് ബാധകമാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്തുകൊണ്ടാണ് അദ്ദേഹം മുഴുവൻ വായിച്ചില്ല എന്നുള്ളതിന് എനിക്കറിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും അത്തരത്തിലുള്ള അസ്വാസ്ഥ്യമോ അതല്ല അസുഖമോ ഉണ്ടോ എന്നുള്ളത് അതിന് രാജ്ഭവനിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ. നമുക്ക് ചോദിക്കാൻ കഴിയുന്നത് നമ്മുടെ ജനപ്രതിനിധികളോടാണ്. ജനപ്രതിനിധികളിൽ ഭൂരിപക്ഷമുള്ള ഒരു എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ സർക്കാരിനോടാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന പേരിന് വേണ്ടി എഴുതി വെച്ചിട്ടുള്ള ഗവർണറോട് ഇതെല്ലാം പോയി ചോദിക്കാനായിട്ട് കഴിയില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ആയിരുന്ന ആ ആളിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ഈ പച്ച മലയാളത്തിൽ പറയുമല്ലോ, ഈ പഴയ ഈ ചെന്നായിൻ്റെ ഒരു ന്യായമില്ലേ, ചെന്നായിൻ്റെ ന്യായം, ഈ വെള്ളം കലക്കിയതിനെ കുറിച്ച് ആട്ടുംകുട്ടിയോട് പറഞ്ഞത്, നീ അല്ലെങ്കിൽ നിന്റെ പിതാവാണ്. പച്ച മലയാളത്തിൽ തിരുവനന്തപുരം ഭാഷ വേറെയാണ്, അത് ഞാൻ ഉപയോഗിച്ചില്ലാതേ ഉള്ളൂ. നീ അല്ലെങ്കിൽ നിന്റെ അച്ഛനാണ് വെള്ളം കലക്കിയത് എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ വല്ലാതെ സമനില തെറ്റിയത് പോലെയൊക്കെ പറയും. ഒരു ഗവർണർ എങ്ങനെ പെരുമാറാൻ പാടില്ല
എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഒരാൾ മാറാനായി അറിഞ്ഞോ അറിയാതെയോ തീരുമാനിച്ചു പോയാലോ, അദ്ദേഹത്തെ ഉപദേശിക്കുന്നവർ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താതിരുന്നാലോ, ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ചരിത്രം എങ്ങനെ വിധി എഴുതും? ഗവർണർമാരുമായ അഭിപ്രായ വ്യത്യാസം പല സംസ്ഥാനങ്ങളിലും ഗവൺമെന്റുകൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഇനിയും അതുണ്ടാവും, സ്വാഭാവികം. പക്ഷേ ഇത് ഈ ചില കാര്യങ്ങൾ ഭരണഘടനാപരമായ ചുമതലകളിൽ നിന്ന് എന്നതാണ് വിഷയം. അഡ്വക്കേറ്റ് എ സമ്പത്ത്, അങ്ങ് ഇവിടെ പല പാരഗ്രാഫുകളും ചൂണ്ടിക്കാണിച്ച സ്ഥിതിക്ക് അങ്ങയെയും 1-2 പാരഗ്രാഫുകൾ ചൂണ്ടിക്കാട്ടാമെന്ന് കരുതുന്നു. പാരഗ്രാഫ് 22 അങ്ങയുടെ പക്കലുമുണ്ടല്ലോ അതിന്റെ പകർപ്പ്. അതിൽ കൃത്യമായി പറയുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന അസമത്വത്തിൽ നിന്നും ഉത്ഭവിച്ച പണഞ്ഞെരുക്കം, വിഭവ സമാഹരണത്തിന് ഗണ്യമായ സ്രോതസ് കേന്ദ്രത്തിനുണ്ട്, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിലെ വലിയ അസമത്വം. പിന്നെ പാരഗ്രാഫ് 23 കാലാകാലങ്ങളിലുള്ള ധനകാര്യ കമ്മീഷനുകളുടെ അവാർഡുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്ഥിരമായി CPIM പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3.88% നിന്ന് 1.92% കുറഞ്ഞതിനെ കുറിച്ച് പറയുന്നു. അടുത്തത് സുപ്രീം കോടതിയെ സംസ്ഥാനം പോയ സാഹചര്യം ഏതാണ് എന്ന് വിശദീകരിക്കുന്ന 3-4 പാരഗ്രാഫുകൾ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമല്ല പറഞ്ഞു പോകുന്നത്, ഗവർണർക്ക് വിയോജിപ്പുള്ള ഭാഗങ്ങളുണ്ട്. ഗവർണറുടെ വിയോജിപ്പല്ല വിഷയം. ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ്, ജനപ്രതിനിധികളാണ്. ആരാണ്? നിയമസഭാംഗങ്ങളാണ്. അല്ല, ഗവർണർ അല്ല ഇവിടെ ജനങ്ങളോട് ഉത്തരം പറയുന്നത്. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ട്രൂത്ത്, നത്തിങ് എൽസ് ബട്ട് ട്രൂത്ത്, അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ, താങ്കൾ സൂചിപ്പിച്ച ഈ ഖണ്ഡികകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യം, പച്ചയായ സത്യം, സത്യമല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. അതിൽ ധവളപത്രം ഇറക്കാൻ പ്രതിപക്ഷം പറഞ്ഞിട്ടില്ലേ ശ്രീ എ സമ്പത്ത്? കേരളം അതിന്റെ ഒരു ഇരയായി മാറുന്നു. ശ്രീ എ സമ്പത്ത്, ഇതിന്റെ കണക്കുകളുടെ കൃത്യത വ്യക്തമാക്കാൻ ഒരു ധവളപത്രം ഇറക്കാൻ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് അനൂപിലേക്ക് കൂടി പോകാമെന്ന് കരുതുന്നു. ഇക്കാര്യത്തിൽ എന്താണ് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ചും കോൺഗ്രസിന് പറയാനുള്ളതെന്ന് അറിയണമല്ലോ. ശ്രീ വി ആർ അനൂപ്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് സർക്കാരിനെതിരായ കുറ്റപത്രം അവതരിപ്പിക്കും, സർക്കാർ എന്തുകൊണ്ട് ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുന്നില്ല എന്നൊക്കെ. ഇന്നിപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്താണോ CPIM പറഞ്ഞുകൊണ്ടിരുന്നത്, മന്ത്രിമാരടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്, നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി 3 പാരഗ്രാഫുകളിലായി വരികയാണ്. എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ നോക്കിക്കാണുന്നത്? ഗവർണർ വായിക്കാതെ വിട്ടു, കോൺഗ്രസിന്റെ ഒരു വാദം എന്താണ്? കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറുടെ സമീപനത്തോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷെ അതിനപ്പുറത്ത് ഈ പറയുന്ന കേന്ദ്രത്തിനെതിരെയുള്ള വാചകങ്ങൾ പോലും വളരെ മയപ്പെടുത്തിയാണ് ഈ സർക്കാർ അവതരിപ്പിക്കുന്നത്. പുറത്തു പറയുന്ന തരത്തിലേക്ക് അവതരിപ്പിക്കുന്നില്ല. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ തർക്ക വിതർക്കങ്ങളുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നത് അത് പലപ്പോഴും ഒരു ക്യാമ്പസ് കോളേജ് യൂണിയനെ പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും പറയുന്നത് ബ്രണ്ണൻ കോളേജിലെ അദ്ദേഹത്തിൻ്റെ പഴയ ചരിത്രം, താൻ പോരുമയൊക്കെ പറയുന്ന ആളാണ്. മറിച്ച് ഗവർണറാണെങ്കിൽ അലിഗഡിലെ കോളേജ് ക്യാമ്പസ് യൂണിയൻ ചെയർമാനായി പ്രവർത്തിച്ച കാര്യങ്ങൾ നിരന്തരം ഓർമ്മിക്കുന്ന ആളാണ്. ഇവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ഗവർണർ എന്ന നില വിട്ട് ഈ പറയുന്ന പദവികളുടെ ഗൗരവം കണക്കിലെടുക്കാതെ വളരെ വ്യക്തിനിഷ്ഠമായി ഈഗോയിൽ അധിഷ്ഠിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ശ്രീ അനൂപ്, ചരിത്രത്തിലെ ഏറ്റവും മോശം നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് VD സതീശന്റെ പ്രതികരണം. അത്ര മോശം എന്ന പ്രതികരണം വരുമ്പോൾ കവലപ്രസംഗം തയ്യാറാക്കി എന്നതാണ് കെ സുരേന്ദ്രന്റെ ആരോപണം. അപ്പോൾ കെ സുരേന്ദ്രന്റെ ആരോപണത്തോട് യോജിക്കുകയാണോ കോൺഗ്രസ്? അല്ല, കെ സുരേന്ദ്രന്റെ ആരോപണത്തോട് യോജിക്കുന്ന സാഹചര്യമില്ലല്ലോ. കേരളത്തിൽ CPIM പ്രതികരിക്കുന്നതിന് മുമ്പേ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ അതിനെ എതിർത്തത് VD സതീശനല്ലേ. അദ്ദേഹം പറഞ്ഞത് ഇത് സംഭവിക്കാൻ പാടില്ലാത്തതെന്നാണല്ലോ. പക്ഷേ മുൻകാലങ്ങളിൽ CPIM എടുത്ത സമീപനം എന്താ? 1ാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ഗവർണർക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നത് പ്രമേയത്തോട് ഇവിടെ CPIMന്റെ നിലപാട് എന്തായിരുന്നു? അന്ന് AK ബാലൻ പറഞ്ഞത് ഞങ്ങളെയും ഗവർണറെയും തെറ്റിക്കാൻ ആരും ശ്രമിക്കേണ്ട എന്നുള്ളതാണ്. ഇത് ഗവർണറെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രിയെക്കുറിച്ച് ഗവർണർ പറയുന്നു. ഷേക്സ്പിയർ പറയുന്നുണ്ടല്ലോ, ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫയിങ് നത്തിങ്. എന്തോ ചില പുകപടലങ്ങൾ ഉണ്ടാക്കി, എന്തൊക്കെയോ ബഹളങ്ങൾ ഉണ്ടാക്കി, പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുതീർപ്പിലെത്തുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്.
ഈ പറയുന്നതിനപ്പുറത്തേക്ക് ഗവർണർ കാലാകാലങ്ങളിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഈ സർക്കാർ നിവർത്തിച്ചു കൊടുക്കുന്നു. ഈ ജന്മഭൂമിയുടെ പത്രാധിപരായ കർത്തായെ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് നടത്തുന്നു. പല കാര്യങ്ങളും. അതിനപ്പുറത്തേക്ക് സ്ഥായിയായ ഒരു എതിർപ്പ്, രാഷ്ട്രീയമായ എതിർപ്പ് രണ്ടു കൂട്ടർക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വി ആർ അനൂപ്, പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഇതേപോലെ അതേ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ തീരുമാനിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ ആവട്ടെ, രാജ്ഭവനിൽ നിന്നുള്ള അപ്പോയിന്റ്മെന്റുകളാവട്ടെ, അത് തീരുമാനിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചല്ലേ നിയമനമൊക്കെ സാധ്യമാവൂ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ കേന്ദ്രത്തിനെതിരെ അത്ര രൂക്ഷമായ ഭാഷയിലല്ല നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. പ്രതിപക്ഷം പ്രതീക്ഷിച്ച മൂർച്ച എന്താണെന്ന് പറയാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫ്, മീഡിയ അഡ്വൈസറൊക്കെ സാധാരണഗതിയിൽ വരുന്നത് പോലെയാണോ രാജ്ഭവൻ സ്റ്റാഫിനെ നിയോഗിക്കാറ്? അത് സർവീസിലുള്ള ആളുകളല്ലേ? നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ തന്നെ കേരളത്തിൻ്റെ ഗവർണർമാരുടെ ഈ പറയുന്ന പേഴ്സണൽ സ്റ്റാഫിൽ ആരെയൊക്കെയാണ് നിയമിച്ചത് എന്നുള്ള മാനദണ്ഡങ്ങൾ നമുക്ക് പരിശോധിക്കാമല്ലോ. പക്ഷേ ഇത് ജന്മഭൂമിയുടെ എഡിറ്ററായിരുന്ന ഒരാളെ നിയമിക്കുമ്പോൾ ഗവൺമെന്റ് അനുമതി കൊടുക്കുകയാണ്. ഗവൺമെന്റ് അക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. അനൂപ്, എതിർപ്പ് അറിയിക്കുന്നതിനപ്പുറം സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അല്ല, ഇവർ പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്ത്, അല്ലെങ്കിൽ നിങ്ങളത് വിട്ടേക്കൂ. ഈ പറയുന്ന കഴിഞ്ഞ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് പ്രതിപക്ഷം ഗവർണർക്കെതിരെ സംസാരിച്ചപ്പോൾ ഈ സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു? വളരെ കൃത്യമായിട്ടുള്ളൊരു പൊസിഷൻ എടുത്തുകൊണ്ട് ഗവർണർ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നില്ല, അതിനെതിരാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയ സന്ദർഭത്തിൽ AK പാലിനെ പോലെ പരിണിതപ്രജ്ഞനായ പാർലമെന്ററി കാര്യങ്ങളിൽ അവഗാഹമുള്ള അതിന്റെ ചുമതലയുള്ള മന്ത്രി പറഞ്ഞത് ഞങ്ങളെയും ഗവർണറെയും തെറ്റിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷേ ശ്രീ വി ആർ കേന്ദ്രത്തോടുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ എതിർപ്പ് അത് കാണാൻ പറ്റുന്നില്ല, അത് കണ്ടെത്താൻ പറ്റുന്നില്ല. അല്ല, നിങ്ങൾ അങ്ങനെ അല്ല, ഈ VD സതീശൻ പറഞ്ഞതിൽ കൂടുതൽ, പറഞ്ഞതിനേക്കാൾ നന്നായി ഇവിടെ CPI പറഞ്ഞിട്ടുണ്ടോ? ഗവർണർക്കെതിരെ ആദ്യം പത്രസമ്മേളനം വിളിച്ച് സംസാരിച്ചതാര? പ്രതിപക്ഷ നേതാവല്ലേ? അദ്ദേഹം വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞത് ഗവർണർ ചെയ്തത് നിയമസഭയോടുള്ള അവഹേളനമാണ് എന്ന്. അത് വളരെ കൃത്യമായി പറയുകയും സർക്കാർ ഈ പറയുന്ന ചെയ്യേണ്ട സന്ദർഭങ്ങൾ ചെയ്യാതിരിക്കുകയും, ഇപ്പോഴും ഞാൻ തുടക്കം മുതൽ ആവർത്തിക്കുന്ന കാര്യമാണല്ലോ, ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് കോൺഗ്രസ് അതിനെ നിയമസഭയിലടക്കം നേരിടാൻ നിന്ന സന്ദർഭത്തിൽ ഗവർണർക്ക് അനുകൂലമായ ഒരു പൊസിഷൻ സ്വീകരിച്ചത് ഇവിടുത്തെ LDF ഗവൺമെന്റ് അല്ലേ? ഈ പറയുന്ന ഗവർണറും CPM-ഉം തമ്മിൽ, അല്ലെങ്കിൽ ഗവർണറും ഗവൺമെന്റും തമ്മിൽ സ്ഥായിയായ ഒരു വിരോധം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ എതിർപ്പ് നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? ചില താല്പര്യങ്ങളുടെ മേലെ എന്തൊക്കെയോ ചില സംഘർഷങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീതി സൃഷ്ടിച്ച് ഏതെങ്കിലും ചില കോണുകളിൽ സമവായത്തിലെത്തുന്നു എന്നുള്ളതല്ലേ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് കോൺഗ്രസ് ഉന്നയിച്ചതുപോലെ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതുപോലെ, ഇന്ന് VD സതീശൻ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ, എപ്പോഴാണ് ഗവർണർക്കെതിരെ രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇവിടെ CPI ഉന്നയിച്ചിട്ടുള്ളത്? അല്ല, കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ കത്തയച്ചിട്ടുണ്ട്. ഈ ഗവർണറെ തിരിച്ചു വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ ഭരണഘടനാപരമായി കേന്ദ്രത്തിലേക്ക് കത്തയക്കുന്നതിന് ഇതേ സർക്കാർ അയച്ചിട്ടുണ്ട്. തെരുവിൽ നേരിടുകയാണ് ഗവർണറെ SFI. തെരുവിൽ നേരിടുന്നതിനപ്പുറത്ത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച സമീപനം, അന്നത്തെ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച സമീപനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചത് തെറ്റാണെന്നുള്ള ഏറ്റുപറയാൻ കേരളത്തിലെ CPM LDF ഗവൺമെന്റ് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ എന്റെ ചോദ്യം അങ്ങ് ഞാൻ ആവർത്തിക്കുന്നു, ഈ സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ കടുപ്പിച്ചു പറഞ്ഞില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ പ്രതിപക്ഷം എന്താണ് പ്രതീക്ഷിച്ചത്? നിങ്ങൾ 8-ാം തീയതി സമരത്തിന് പോലുമില്ല. അല്ല, നിങ്ങൾക്ക് കോൺഗ്രസ്സിന് കേന്ദ്ര സർക്കാരിനോട് നിലപാടുണ്ട്, CPM-ന്റെ നിലപാടുണ്ടായിരിക്കാം. പക്ഷെ CPM തീരുമാനിക്കുന്നൊരു സമരത്തിൽ നിരുപാധികം പോയി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ കേന്ദ്രത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കൂ എന്ന് പറയാൻ കഴിയുന്നത് എത്ര ബാലിശമാണ്. നിങ്ങളൊരു സമരം പ്രഖ്യാപിക്കുന്നു, ഈ പറയുന്ന എല്ലാ കാലത്തും ഇപ്പോൾ പോലും സമരം എന്ന് പറഞ്ഞ ആളുകൾ പൊതുസമ്മേളനമാക്കി മാറ്റിയില്ലേ? ആരാണ് പിന്നോട്ട് പോയത്? സമരം എന്ന് പറഞ്ഞ ആളുകൾ പൊതുസമ്മേളനമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന കേന്ദ്രത്തിനകത്ത് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങൾ നിരവധി തവണ ഈ പ്രശ്നങ്ങൾ ലോക്സഭയിലടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കാണാതെ വെറുതെ തൊലിപ്പുറമേയുള്ള വിമർശനങ്ങൾ കേന്ദ്രീകരിക്കുന്നതിന് പകരം നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നു എന്ന് ഒരു തരത്തിൽ പറയുകയും മറ്റ് സാധ്യമായ വഴിയിലൊക്കെ സമവായത്തിന്റെ സാധ്യതകൾ തേടുകയുമാണ് ഇവിടുത്തെ CPM അല്ലെങ്കിൽ LDF-ന്റെ ഗവൺമെന്റ്.
ശരി. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, അങ്ങ് ചോദിച്ചല്ലോ ഈ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾക്ക് വിരുദ്ധമായി എന്താണ് ചെയ്തത്, അത്തരം ഒട്ടേറെ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, 15ാം ധനകാര്യ കമ്മീഷന്റെ സ്വീകരിക്കപ്പെട്ട ശുപാർശകൾക്ക് അനുസൃതമല്ലാതെ മുൻകാല പ്രാബല്യത്തോടെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത്, അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസാണെന്നേ. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ സർക്കാർ അതിന്റെ നിലപാട് പറയുന്നു. ഇതിലൊന്നും ഗവർണർക്ക് വിയോജിപ്പില്ല. വിയോജിപ്പുണ്ടെങ്കിൽ ഗവർണർ അത് ഒപ്പിടില്ലല്ലോ. ഗവർണർ നേരത്തെ 6 ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ, വെസ്റ്റ് ബംഗാളിൽ, ത്രിപുരയിൽ, പഞ്ചാബിൽ, കേരളത്തിലൊക്കെ അതാത് ഗവർണർമാർ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങൾ വിയോജിപ്പോടുകൂടി വായിക്കുകയോ അവ വിട്ടുകളയുകയോ ചെയ്യലാണ് പതിവ്. ഇത് 136ാമത്തെ പേജ് മാത്രം വായിക്കുന്നു. ആ 136ാമത്തെ പേജിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതുവരെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും കാച്ചിക്കുറുക്കി പറയുന്നു. കോപ്പറേറ്റീവ് ഫെഡറലിസം, ആ ആശയമാണ് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആധാരം, അത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം 136ാമത്തെ പാരഗ്രാഫിലാണ്. അത് ഗവർണർ വായിക്കുന്നു. അതിനു മുൻപിലുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള 135 പാരഗ്രാഫുകളും വിട്ടുകളയുന്നു. അപ്പോൾ ഗവർണർ എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് എന്ന് പോലും വ്യക്തമല്ല. അപ്പോൾ അതൊരു ശാരീരിക അസ്വസ്ഥത കൊണ്ടുള്ള ഒരു വിട്ടുകളയൽ എന്ന രീതിയിൽ മാത്രമാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഗവർണർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ല. നമ്മൾ ഇപ്പോൾ ഊഹിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു 2 കാര്യം പറയാം. ഇപ്പോൾ സുപ്രീം കോടതിയുടെ കേസിൻ്റെ കാര്യം പറഞ്ഞു. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ എന്താ ഉണ്ടായത്? അടിയന്തരമായി ഉത്തരവ് ഇറക്കണം എന്ന് പറഞ്ഞു. എന്ത്? കടമെടുക്കൽ പരിധി അതിൽ മറ്റേ കേന്ദ്രം തടസ്സം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടമെടുക്കാൻ അടിയന്തരമായി അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവ് ഇറക്കണമെന്ന് കേരളത്തിൻ്റെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ലെന്ന് കേന്ദ്രം പറഞ്ഞത് സുപ്രീം കോടതി അംഗീകരിച്ചു. ഇന്ന് ഉത്തരവില്ല. ഫെബ്രുവരി 13 വെച്ചിരിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് കഴിയും. ബഡ്ജറ്റ് കഴിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫലത്തിൽ അത് ഇൻഫ്രക്ചേഴ്സായി, ഹർജി തന്നെ ഇൻഫ്രക്ചേഴ്സായി. അത് പോട്ടെ. രണ്ടാമത് ഇവിടെ ഈ ശതമാനത്തിൻ്റെ കണക്ക് പറഞ്ഞു. 95-2000 വർഷത്തിൽ 3.88% നികുതിയുടെ ഓഹരിയായി അന്നത്തെ 10ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞതെന്നും ഇപ്പോൾ അത് 15ാം ധനകാര്യ കമ്മീഷൻ 1.92% എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 1995-2000 വർഷത്തിൽ നമ്മുടെ ജനസംഖ്യ, അടിസ്ഥാന ജനസംഖ്യയായി ഈ വക കാര്യങ്ങൾക്ക് എടുത്തത് 71 ജനസംഖ്യയാണ്. ഈ 53 വർഷങ്ങൾക്ക് ശേഷം ഈ 1971 ജനസംഖ്യ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഓഹരികൾ വിഭജിക്കാൻ പറ്റുമോ? അത് യുക്തിസഹമാണോ? അത് നടക്കാത്ത കാര്യമല്ലേ? നമ്മുടെ എന്തൊക്കെ വ്യത്യാസങ്ങൾ ജനസംഖ്യാ അനുപാതത്തിൽ ഉണ്ടായി? ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം വളരെ ശക്തമായി അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി നടപ്പിലാക്കിയത് കൊണ്ട് അവിടങ്ങളിലെ ജനസംഖ്യാ വളർച്ച കുറയുകയും എന്നാൽ അത്രയ്ക്കൊന്നും താല്പര്യം കാണാത്ത, വിമുഖത കാണിച്ച സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കൂടിയിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു രാജ്യം എന്ന നിലയിൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ലേ പദ്ധതി നമുക്ക് എന്താ പറയുക, നമ്മുടെ റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് വേണ്ടേ? അല്ലെങ്കിൽ അവരെ അത് പണിഷ് ചെയ്യുന്നതിന് തുല്യമാവില്ലേ? അപ്പൊ അത് സാധ്യമല്ലാത്ത കാര്യമാണ്. അത് യുക്തിസഹമല്ല ആ വാദം. ആ വാദം യുക്തിസഹമല്ല. സുബ്രഹ്മണ്യം, നീതി ആയോഗിന്റെ സിഇഒ പറഞ്ഞത്, നീതി ആയോഗിന്റെ സിഇഒ പറഞ്ഞത് പ്രധാനമന്ത്രി തന്നെ ഇടപെട്ടു എന്നാണ്. ധനകാര്യ കമ്മീഷന്റെ തുക വിതരണത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ വന്നു കഴിഞ്ഞില്ലേ? പ്ലീസ് അരുൺ, ദാറ്റ് ഈസ് അട്ടർ നോൺസെൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, അയാൾ നീതി ആയോഗിന്റെ സിഇഒ ആണ്. പറഞ്ഞിട്ടില്ല. നിൽക്കട്ടെ. അട്ടർ നോൺസെൻസ്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെത് എന്ന് പറഞ്ഞിട്ട് മൂന്നാം കട കുറേ മാധ്യമങ്ങൾ ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടു. ഇന്ന് വരെ അദ്ദേഹം അതിനെ ഓൺ ചെയ്തിട്ടില്ല. എന്തായി പറയുന്നത്? സുബ്രഹ്മണ്യം ഉത്തരവാദിത്തപ്പെട്ട നീതി ആയോഗിന്റെ സിഇഒ ആണല്ലോ. ഈ നീതി ആയോഗിന്റെ സിഇഒ BVR സുബ്രഹ്മണ്യം താൻ ഇത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടേഴ്സ് കളക്ടീവിനും ഈ അൽ ജസീറയ്ക്കുമെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാമല്ലോ. അതെന്താ ചെയ്യാതെ പറയാതെ ഏതെങ്കിലും മൂന്നാം കട മാധ്യമം പറയുന്നത് എടുത്ത് താങ്കളെ പോലെ വളരെ സീനിയറായ ഒരു പത്രപ്രവർത്തകൻ എടുത്ത് ആഘോഷിക്കരുത്. അല്ല, ഇത് മൂന്നാം കടയൊന്നുമല്ല. ഇത് ഇന്ത്യയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വിഷയമാണ്. എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. മാധ്യമമില്ല. ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു. എല്ലാ ഇന്റർനാഷണൽ മീഡിയയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ വാർത്തയില്ല. ഇന്ത്യ ടുഡേയിലില്ല. നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട. വിട്ടേക്ക്. നമ്മൾ തമ്മിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി അത് പോട്ടെ. ഫാക്ട് എന്താണ്?
2013-14 സാമ്പത്തിക വർഷം വരെ ഈ സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം 32%. അത് കറക്റ്റാണല്ലോ. അത് 2014-15 സാമ്പത്തിക വർഷം 42%. ആര്? മോഡി സർക്കാർ. അല്ല, അപ്പൊ 32% അത് 33 ആക്കണം എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ആവശ്യം എന്നതാണ് ബി.വി.ആർ. സുബ്രഹ്മണ്യം പറഞ്ഞത്. അല്ലല്ലല്ല, ഈ ഗവൺമെന്റ് ആണ് അത് നടപ്പിലാക്കിയത്. മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഗവൺമെന്റാണ് നടപ്പിലാക്കിയത്. അങ്ങയുടെ പ്രധാന ഈ ഗവൺമെന്റാണ് അത് നടപ്പിലാക്കിയത്. വാസ്തവമായ കാര്യങ്ങൾ എഴുതിപ്പിടിപ്പിച്ചുകൊണ്ടായിരിക്കാം ഗവർണർ അത് വായിക്കാതെ പോയത് എന്ന അങ്ങയുടെ ആരോപണത്തോടുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങേക്ക് തുടരാം, നമുക്ക് ഗവർണറിലേക്ക് വരാം. ഒരു പിതൃശൂന്യമായ സ്റ്റേറ്റ്മെന്റ് ആണത്. അയാൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. എന്തെങ്കിലും വിളിച്ചു പറയാ. ഒരു തേർഡ് റേറ്റ് ഏതോ മാധ്യമക്കാരന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു വികൃതി, ഒരു വൃത്തികേടാണ് ആ ടെലിഫോൺ യൂട്യൂബിൽ അതിന്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം യൂട്യൂബിൽ അത് മാധ്യമങ്ങളൊക്കെ ആ ശബ്ദം കേട്ടതുമാണ്. മാത്രമല്ല ഇതുവരെയും നാട്ടുകാർ പറഞ്ഞാൽ പോരാ. ഒരു മിന്നായം പോലെ ഇന്ന് നിയമസഭയിലെത്തി നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചു മടങ്ങിയത് സർക്കാരിനോടുള്ള പ്രതിഷേധമാണോ എന്നാണ് ഈവനിംഗ് ഷോ ചർച്ച ചെയ്യുന്നത്. സുജയ, നമുക്കിപ്പം വി ആർ അനൂപും അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനും തുടരുന്നുണ്ട്. വി ആർ അനൂപ്, പ്രതിപക്ഷ നിരയിൽ നിന്ന് ഗവർണർ നടന്നു പോകുമ്പോൾ കേട്ട ചോദ്യം ഒത്തുതീർപ്പാണോ എന്നതായിരുന്നു. അപ്പോൾ പ്രതിപക്ഷ നിരയ്ക്കു നേരെ മുഖം തിരിച്ചു പോയി എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഉടനെ പറഞ്ഞതും. യഥാർത്ഥത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരെ കാര്യമായൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇനി ഗവർണർ വായിക്കാതെ വിട്ടത്? കരട് അതേപടി അംഗീകരിച്ചതാണല്ലോ ഗവർണർ. ഇക്കാര്യത്തിൽ വി ഡി സതീശൻ പറഞ്ഞതുപോലെ കേരളീയത്തെക്കുറിച്ചും നവകേരള സദസ്സിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ കണക്കുകളില്ല, കാര്യങ്ങളില്ല. മുഖ്യമന്ത്രി ജീവിക്കുന്നത് തന്നെ ഏജൻസികളെ ഭയന്നാണ് എന്നിങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണോ? ഒരു ഒത്തുതീർപ്പ് അതിൽ ഉണ്ടായി എന്ന് കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നുണ്ടോ? ഒരു ഒത്തുതീർപ്പ് നടക്കുന്നു, ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് ഏത് സമയത്തും സമവായത്തിലെത്താം എന്നുള്ളതാണ് മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിലും രൂക്ഷമായി ഗവർണറുമായി ഏറ്റുമുട്ടിയ സന്ദർഭങ്ങൾ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് നമ്മൾ കണ്ടതാണ്. ആ സമയത്താണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് അതിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത്. അന്ന് സർക്കാർ എടുത്തൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഗവർണറെ സംരക്ഷിച്ചുകൊണ്ടാണ്. എ കെ ബാലൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു. ഗവർണറെയും ഞങ്ങളെയും സർക്കാരിനെയും തെറ്റിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരു സമീപനമുണ്ട്. അപ്പോൾ വലിയൊരു പോരാട്ടത്തിലേക്ക് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് രണ്ട് കൂട്ടരും, ഗവൺമെൻറ് ആയാലും ഗവർണറായാലും, തങ്ങളുടെ അപ്പോഴത്തെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു രീതിശാസ്ത്രം ഇതിനോടകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലുപരിയായി എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫൈറ്റാണ് ഇതെന്ന് നമ്മൾ വിചാരിച്ചാൽ വിചാരിക്കുന്ന ആളുകൾ ഇലഭ്യരാകും എന്നുള്ളതാണ് നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. വി ആർ അനൂപ്, 8 ബില്ലുകൾ ഈ നിയമസഭ പാസാക്കി. പ്രതിപക്ഷമടക്കം ഐകണ്ഠമായി പാസാക്കിയ ബില്ലുകളാണ് പലതും. ആ ബില്ലുകൾ പോലും ഈ ഗവർണർ കൈവശം വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും പ്രതിപക്ഷം തുറന്നൊരു പോരാട്ടത്തിന് ഗവർണറുമായി തയ്യാറാകുന്നില്ല, സർക്കാരുമായി കൈകോർക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെ ഇപ്പോൾ ഗവർണർക്കെതിരെ SFI ഈ പറയുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണെന്നാണ് നേരത്തെ സമ്പത്തിനെ പോലെ ഒരു സീനിയർ നേതാവ് പറയുന്നത്. ഈ പറയുന്ന SFI CPM-മായി ബന്ധമില്ല, KSU കോൺഗ്രസുമായി ബന്ധമില്ല, സ്വതന്ത്ര സംഘടനകളൊക്കെ ആണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. SFI ഗവർണർ നേരിടുകയാണ്. SFI തെരുവിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നു എന്നുള്ള തരത്തിൽ സമരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരാണല്ലോ CPM-ൻ്റെ നയസമീപനം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹമായ വിഹിതം കൊടുക്കുന്നില്ല. പക്ഷേ ഈ നരേന്ദ്രമോദി വരുന്ന സന്ദർഭത്തിൽ, നരേന്ദ്രമോദി കേരള സന്ദർശനം നടത്തുമ്പോഴൊന്നും SFI ആയാലും DYFI ആയാലും എന്തുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ട് വരാത്തത്? നരേന്ദ്രമോദി വന്നു പോയതിനു ശേഷം ഇവിടെ പ്രതിഷേധം നടത്തിയത് തലവെച്ച് കൊടുത്ത് SFI-കാരെ ജയിലിലാക്കണം. യൂത്ത് കോൺഗ്രസിന് പിന്നെ എന്താ പണി?
അല്ല, യൂത്ത് കോൺഗ്രസ് നടത്തിയില്ലേ? ഈ തൃശ്ശൂരിൽ നരേന്ദ്രമോദി വന്ന സ്ഥലത്ത് വേദിക്ക് അരികിൽ പ്രതിഷേധം നടത്തിയത് ഈ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരാ. അതൊക്കെ നരേന്ദ്രമോദി വന്ന് പ്രസംഗിച്ച് പോയതിനു ശേഷം, ദില്ലിയിൽ എത്തിയതിനു ശേഷം ചാണകവെള്ളമായിട്ട് ഇറങ്ങി. പിന്നെ ആരെയും കണ്ടില്ല അവിടെ BJP-ക്കാർ നേരിട്ടപ്പോ. അല്ല, അത്തരത്തിലെങ്കിലും അത്തരത്തിലെങ്കിലും എന്തെങ്കിലും പ്രതിഷേധം നരേന്ദ്രമോദിയല്ലേ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ മൂർത്തമായ പ്രതിരൂപം എന്ന് പറയുന്ന നരേന്ദ്രമോദിയല്ലേ? ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന KSU സമരത്തെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സമരത്തെ പരിഹസിക്കാം, അതിനകത്ത് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അത്തരത്തിലെങ്കിലും എന്തെങ്കിലും ഒരു സമരം നരേന്ദ്രമോദി വന്ന ഏതെങ്കിലും സന്ദർഭത്തിൽ ഇവിടെ CPM നടത്തിയിട്ടുണ്ടോ? CPM-ന്റെ വർഗ ബഹുജന സംഘടന നടത്തിയിട്ടുണ്ടോ? SFI നടത്തിയിട്ടുണ്ടോ? DYFI നടത്തിയിട്ടുണ്ടോ? അത് നരേന്ദ്രമോദിയെ തൊടാൻ ഇവർക്ക് പേടിയാണ്. ഗവർണറുമായി എന്തെങ്കിലും സമരമൊക്കെ നടത്തുന്നു എന്ന് കാണിച്ചു ഇങ്ങനെ ഇത്ര പ്രതീതി സൃഷ്ടിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി നരേന്ദ്രമോദി എത്രയോ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റാലിൻ അല്ലെങ്കിൽ മമതാ ബാനർജി നരേന്ദ്രമോദി വന്ന സന്ദർഭത്തിൽ സ്വീകരിക്കാതിരിക്കുന്നതുകൊണ്ട് അവരുടെ പ്രതിഷേധം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടില്ലേ? പിണറായി വിജയൻ ചെയ്യാൻ തയ്യാറുണ്ടോ? പിണറായി വിജയൻ അത് ചെയ്യാൻ ധൈര്യമുണ്ടോ? അപ്പോൾ ഇവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ പറയുന്ന അടിത്തട്ടിനെ തൊടാതെ, അടിസ്ഥാന കാരണത്തെ സ്പർശിക്കാതെ, ഈ പുറമേ കാണിക്കുന്ന ചില എന്തൊക്കെയോ നടത്തുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ചില പുകമറകൾ മാത്രമാണെന്ന് കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യമാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. സമര രീതിയെക്കുറിച്ചും വിമർശനം ഉയർന്നിരുന്നു. ഈ ചാണകം തളിക്കൽ എന്ന് പറയുന്നത് ശുദ്ധീകരിക്കൽ എന്നുള്ള ശുദ്ധിയാക്കുന്ന ക്രിയ ആണല്ലോ ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലേക്ക് പോകുമ്പോൾ അവിടെ മോദി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനം BJP-ക്ക് ചമയ്ക്കാനായി. അത് അദ്ദേഹം പിന്നാക്കക്കാരനായതുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടി എടുത്തത്, അങ്ങനെ ഒരു സമരത്തിലേക്ക് പോയത് എന്നൊരു വ്യാഖ്യാനം ഉണ്ടാക്കി. അപ്പോൾ സമരമാർഗം തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ ശരി പരിശോധിക്കേണ്ടതുണ്ട്. അല്ല, ആ സമരത്തിൽ അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട്. ഈ ചാണകം, ശുദ്ധി എന്നൊക്കെ പറയുന്നത് ഹിന്ദുത്വത്തിന്റെ തന്നെ മോഡസ് ഓപ്പറാൻഡിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. കോൺഗ്രസ് TM പ്രതാപൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തോട് വിയോജിപ്പ് പ്രഖ്യാപിച്ചതാണ്. ഞാൻ പറയുന്നത് അതല്ല. നമുക്ക് ആ സമരത്തെക്കുറിച്ച് വിമർശിക്കാം, ആ സമര രീതി ഇനി അങ്ങനെ ആകരുതെന്ന് തീരുമാനിക്കാം, വേറെ തരത്തിലേക്ക് സമരം വികസിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെ നിങ്ങൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSU-വിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും നരേന്ദ്രമോദി വന്ന സന്ദർഭത്തിൽ പിണറായി വിജയൻ തൊട്ട് ഈ പറയുന്ന സംഘടനകൾ വരെ ഒരു പ്രകടമായ പ്രതിഷേധവും നാളിതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പുറത്ത് വേറെ ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞു. ഈ പറയുന്ന സ്റ്റാലിൻ പലപ്പോഴും വിട്ടുനിന്നിട്ടുണ്ട്, മമതാ ബാനർജി വിട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ ഈ BJP മുഖ്യമന്ത്രിമാർ കാണിക്കുന്നതിനേക്കാൾ വ്യഗ്രതയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ, ഒരു പക്ഷേ BJP ഇതര മുഖ്യമന്ത്രിമാരിൽ ഇത്രയും വലിയ സൗഹാർദ്ദത്തോടു കൂടി, ഇത്രയും വലിയ സ്നേഹാധിക്യത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചൊരു മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണ്. 6 മുള കണ്ണാടി കൊടുത്ത് അദ്ദേഹം പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ 6 മുള കണ്ണാടി കാഴ്ചവെച്ച് അനുഗ്രഹം തേടിപ്പോയ ഒരാളാണ്. നമുക്ക് ഭരണഘടനയിലെ ഫെഡറൽ തത്വങ്ങളെ കുറിച്ച് പറയാം, പക്ഷെ ഭരണഘടനയിൽ ഒരിക്കലും 6 മുള കണ്ണാടി കാഴ്ചവെക്കണം എന്നൊന്നും പറയുന്നില്ലല്ലോ. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സാമന്ത രാജാക്കന്മാർ തമ്മിലുള്ള ചക്രവർത്തിയും തമ്മിലുള്ള ബന്ധമല്ലല്ലോ. ശ്രീ വി ആർ അനൂപ്, കൂടിക്കാഴ്ചകളിൽ ബൊക്കെ ആയാലും മറ്റ് സമ്മാനങ്ങളായാലും ഒക്കെ കൈമാറുന്ന ദൃശ്യങ്ങൾ നേരത്തെ UPA ഭരിച്ചപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ? അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? UPA കാലത്തും സന്ദർശനങ്ങളിൽ ഇതേ രീതിയിൽ ഒന്നുകിൽ ഫ്ലവർ ബൊക്കെ അല്ലെങ്കിൽ ഒരു ഉപഹാരം അതല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഉപഹാരം ഡോക്ടർ മൻമോഹൻ സിംഗ് വാങ്ങിയില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അല്ല, CPM-ന്റെ മുഖ്യമന്ത്രിക്ക് UPA-യുടെ പ്രധാനമന്ത്രിയോടുള്ള അതേ രാഷ്ട്രീയ സമീപനം തന്നെയാണ് സംഘപരിവാറിനോടും എന്ന് സമ്മതിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. രണ്ട് പദവികളാണ്, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ്. സമ്മതിച്ചാലും ശ്രീ വി ആർ അനൂപ്, വാദത്തിന് വേണ്ടിയല്ല, പ്രോട്ടോകോൾ അനുസരിച്ച് അത്തരം കൂടിക്കാഴ്ചകളിൽ പാലിക്കേണ്ട ചില പ്രാഥമിക മര്യാദകളുണ്ട്. അത് പാലിക്കരുത് പിണറായി വിജയൻ. രാഷ്ട്രീയ വിരോധം അങ്ങനെയും കാണിക്കണം എന്നാണോ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്? അതാണോ ജനാധിപത്യവും മതനിരപേക്ഷതയും ഒക്കെ പറയുന്ന കോൺഗ്രസിന്റെ നിലപാട്? ഏത് പ്രോട്ടോകോളിലാണ് ഉപഹാരങ്ങൾ സമർപ്പിക്കണം എന്ന് പറയുന്നത്, 6 മുള കണ്ണാടി സമർപ്പിക്കണം എന്ന് പറയുന്നത്? പോയി കാണാം. ഈ പറയുന്ന താങ്കൾ പറയുന്നത് എന്താണ്? ഒരു 6 മുള കണ്ണാടി കൊടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള രാഷ്ട്രീയമായ വിയോജിപ്പ് പ്രധാനമന്ത്രി മറക്കുമെന്നാണോ? പ്രധാനമന്ത്രിയുടെയും കേന്ദ്രത്തോടുമുള്ള സംസ്ഥാന സർക്കാരിന്റെ വിയോജിപ്പ് ഒരു 6 മുള കണ്ണാടിയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള വാദങ്ങൾ പോലും ബാലിശമല്ലേ ഒരു അർത്ഥത്തിൽ? മാത്രമല്ല, ലോക്സഭയ്ക്കുള്ളിൽ പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ചതാരാണ്? ലോക്സഭയിൽ പ്രധാനമന്ത്രി ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചതാരാണ്? അല്ല, 6 മുള
ഇത് കേവലം ഒരു ആറന്മുള കണ്ണാടിയുടെ പ്രശ്നമല്ല. ആ കണ്ണാടിയിലേക്ക് നോക്കിയാൽ തെളിഞ്ഞു കാണുന്ന പല അന്തർനാടകങ്ങളുണ്ട്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ വിമർശനമാണ്. അതിരൂക്ഷമായൊരു പ്രസംഗം ശ്രീപത്രാമൻ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു അതിനകത്തൊരു സംശയമുള്ളത് കൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഇൻഫാക്ച്വസ് ആയി എന്ന് അങ്ങ് പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫെബ്രുവരി 13-നാണ് വാദം കേൾക്കാൻ നിശ്ചയിച്ചത്. അറ്റോർണി ജനറൽ വെങ്കട്ടരമണി ഇന്ന് എത്തിയത് ഇന്ന് തന്നെ ഇത് തീർപ്പാക്കണം, ഇത് പരിഗണിക്കേണ്ടതില്ല, ഒരു കുറിപ്പ് കൊടുക്കാൻ ശ്രമിച്ചു നമ്മുടെ ബെഞ്ചിന്. പക്ഷേ ബെഞ്ച് ഇത് പരിഗണിച്ചില്ല. മാത്രവുമല്ല കേരളത്തിന്റെ ആവശ്യം നിരാകരിക്കണമെങ്കിൽ കൂടി അതിന് മറുപടി നൽകേണ്ടതുണ്ട്, അതിന് സമയം ആവശ്യപ്പെട്ടു കേന്ദ്രം. അങ്ങനെയാണ്. ആരാ അടിയന്തര ഹർജിയായിട്ട് പോയത്? സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ അല്ലല്ലോ. ഇപ്പൊ കിട്ടണം എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ എന്താണ് കേന്ദ്രം പറഞ്ഞത്? കിട്ടിയോ? കേന്ദ്രം എന്താ പറഞ്ഞത്? ബഡ്ജറ്റിന് ശേഷം കേന്ദ്രം അതിന്റെ ഇടയ്ക്ക് ബഡ്ജറ്റ് വരും. അവിടെയാണ് പ്രശ്നം. അല്ല, കേന്ദ്രം എന്താണ് സുപ്രീം കോടതിയിൽ പറഞ്ഞത്? 33 സംസ്ഥാനങ്ങൾ പരിഗണിക്കേണ്ട വിഷയമല്ല, തള്ളിക്കളയണം. അതെ, 33 സംസ്ഥാനങ്ങൾക്ക് വാദമില്ല. പറയട്ടെ, തള്ളിക്കളയ. അത് 13-ാം തീയതി ഈ ഹർജി പോവും. കാരണം 33 സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. അവർക്കൊക്കെ ഒരു നിയമമാണ്. കേരളത്തിന് മാത്രം ഒരു നിയമം മാറ്റാൻ പറ്റുമോ? നിയമലംഘനമുണ്ടോ? അതാണ് ചോദ്യം. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഇവിടെ ചില നിയമങ്ങളുണ്ട്, അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കോടതിയെ നമ്മൾ സമീപിക്കുന്നത് എന്തിനാണ്? വയലേഷൻ ഓഫ് ലോ, എൻഫോഴ്സ്മെന്റ് ഓഫ് ലീഗൽ റൈറ്റ്സ്. അതല്ലേ ഇവിടെ? അതില്ലല്ലോ, അതാണ് പ്രശ്നം. പക്ഷേ അറ്റോർണി ജനറൽ പറഞ്ഞ നിലപാട് എന്തുകൊണ്ടാണെന്ന് ബെഞ്ച് കേൾക്കാതെ പോയത്? അറ്റോർണി ജനറൽ കൊണ്ടുവന്ന കുറിപ്പ് എന്താണ് ബെഞ്ച് സ്വീകരിക്കാതിരുന്നത്? അത് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ദിസ് കനോട്ട് ബി അലൗഡ്. അതൊന്നും നടന്നിട്ടില്ല. ഞങ്ങളെ ആവശ്യം അത്രേ ഉള്ളൂ. അല്ലല്ല, അത് കേട്ടോ സുപ്രീം കോടതി കേട്ടില്ലല്ലോ. ഇന്നിപ്പോ ഒരു കിട്ടണ അല്ല, അടിയന്തര നിവൃത്തി ഇപ്പൊ കിട്ടണം. നമുക്ക് 13-ാം തീയതി കാണാം, ബാക്കി നമുക്ക് 13-ാം തീയതി കാണാം. അപ്പൊ ഇതെന്താ അറിയോ? വാദം നിൽക്കുന്നുണ്ട്. സുപ്രീം കോടതിക്ക് സമയം അനുവദിച്ചു, കേന്ദ്ര സർക്കാരിന് സമയം അനുവദിച്ചു. അല്ല, ബഡ്ജറ്റിന് ശേഷം അതിന് പ്രസക്തിയില്ല. കേരളം ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് പ്രസക്തി? അത് പ്രസക്തമല്ലാണ്ടാവും. ഇപ്പം കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഒരു 13-ാം തീയതി ബഡ്ജറ്റിന് ശേഷം കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പൊളിഞ്ഞു പാളീസായ ഇന്ത്യ സഖ്യം ഇന്നലത്തോടു കൂടി അത് പൊളിഞ്ഞു. ഇന്നിപ്പോൾ അതാ നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് വന്ന് ചർച്ച തുടങ്ങി. ബീഹാറിലെ BJP സംസ്ഥാന അധ്യക്ഷനെ സമുദ്രഗുപ്തയെ ഡൽഹിയിലേക്ക് വിളിച്ചു, സാമ്രാട്ട് ഗുപ്തയെ. അവർ ചർച്ച നടക്കാണ്. നിതീഷ് കുമാർ മുന്നണി വിടുകയാണ്. ഇത് പൊളിഞ്ഞു പാളീസായി. ഈ പൊളിഞ്ഞു പാളീസായ ഈ ഇന്ത്യ സഖ്യത്തിലെ 2 ഘടകകക്ഷികൾ തമ്മിൽ പരസ്പര കുറ്റം പറയാം. അന്തർധാരയുണ്ട്. എന്ത് അന്തർധാര ഉണ്ടെങ്കിൽ പിടിച്ച് പുറത്താക്ക്. CPM-ഉം BJP-യും തമ്മിൽ അന്തർധാര ഉണ്ടെങ്കിൽ, പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ അന്തർധാര ഉണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അവരെ പിടിച്ച് പുറത്താക്ക് കോൺഗ്രസ്സുകാരെ. എന്തിനാ ട്രോജൻ കുതിരയെ കൊണ്ടുകൊണ്ട് നടക്കുന്നത്? ഇത് ട്രോജൻ കുതിരയാണെങ്കിൽ കിക്ക് ദം ഔട്ട്. ഈ ട്രോജൻ കുതിരയെ കൊണ്ട് നടന്നാൽ നാളെ അവസരം വരുമ്പോൾ അവർ പിന്നിൽ നിന്ന് കുത്തും. അപ്പോൾ ഈ BJP-യോട് അന്തർധാരയുള്ള CPM-നെ ചുമന്നുകൊണ്ട് നടക്കണോ? ബംഗാളിൽ ഇപ്പോൾ എന്താ? കോൺഗ്രസ് വീണ്ടും CPM-മായി സഖ്യമാവാൻ പോവുക. കാരണം മമതാ ബാനർജി ഗെറ്റ് ലോസ്റ്റ് പറഞ്ഞു. അപ്പൊ ഇതാണ് ഈ രാഷ്ട്രീയ ഗതികേട് കൊണ്ട് ഇണങ്ങുകയും പിണങ്ങുകയും ചുരുങ്ങിയത് ഒരു 6 ഖണ്ഡികകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു നോക്കാതെ ഗവർണർ ഒപ്പിട്ട് അംഗീകരിച്ചത് എന്തിനാണെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല. അത് ഗവർണർക്ക് വേറെ മാർഗമല്ല. He has to sign it. അല്ല, വിയോജിക്കാമായിരുന്നല്ലോ. ഇങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ്, എങ്കിലും ഞാൻ വായിക്കുന്നുവെന്ന് പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ചെയ്യാമായിരുന്നു. അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ല ഗവർണർക്ക്. വായിക്കാണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ല. നമ്മുടെ ഭരണഘടനയിൽ ഗവർണർക്ക് അത്രയൊക്കെ സ്വാതന്ത്ര്യമേ ഉള്ളൂ. തന്നെയാണ് കേരളം ഭരിക്കേണ്ടത്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഭരിക്കേണ്ടത്. മനസ്സിലാക്കേണ്ടതുണ്ട് ആ വിഷയത്തിൽ. താങ്ക് യു അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ. നന്ദി ശ്രീ ബി ആർ അനൂപ്. ഗവർണർക്ക് വായിക്കാൻ സൗകര്യം ഇല്ലാത്തത് ഗവർണർ വായിക്കണമെന്ന് നിയമമുണ്ടോ? ഗവർണർ വായിച്ചേ പറ്റൂ നിയമമുണ്ടോ? ഇല്ല, ഗവർണർ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 176 പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സഭ തുടങ്ങുന്നതിനും തുടങ്ങുന്ന സമയത്ത് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷൻ ബാധ്യതയാണ് നയപ്രഖ്യാപന പ്രശ്നം. അതെ, എവിടം വരെ പരീക്ഷ എഴുതണം എന്നതേ വിദ്യാർത്ഥിക്ക് അവകാശമുള്ളൂ. അതിൽ ഒരു വരി വിദ്യാർത്ഥിക്ക് എഴുതാം, ഒരു വരി എഴുതാതിരിക്കാം. എഴുതി കൊടുത്തത് മുഴുവൻ ഇവര് എഴുതി കൊടുത്ത അബദ്ധങ്ങൾ മുഴുവൻ അങ്ങോട്ട് വായിക്കണം എന്ന് എവിടെയും പറഞ്ഞു. പിന്നെ ഒപ്പിട്ടത് എന്തിനാണ് സർ? ഇവർ എഴുതി കൊടുത്ത അബദ്ധങ്ങൾ മുഴുവൻ അങ്ങോട്ട് വായിക്കണം എന്ന് ഒപ്പിട്ടത് എന്തിനാണ് സർ? അത് അങ്ങോർക്ക് സൗകര്യമുള്ളത് ചെയ്താൽ മതി. വായിച്ചാലും ഇല്ലെങ്കിലും ഗവർണർ അംഗീകരിച്ചു എന്ന് തന്നെയാണ്. പറ്റില്ല.
വായിച്ചാലും ഇന്ന് ഒരു വരെ വരി ഇന്ത്യയിൽ വായിച്ചാൽ പോലും ഒപ്പിടാൻ അതിൽ വന്നിട്ടില്ല. ടേബിൾഡ് ആയി കഴിഞ്ഞു സാർ. ഇന്ന് വരെ ഇന്ത്യയിൽ ഒപ്പിടാൻ ഒപ്പിട്ടതോടുകൂടി വന്നിട്ടില്ല. അത് ഗവർണർ അംഗീകരിച്ചു എന്നുള്ളതല്ലേ നമ്മൾ അത്രേ മനസ്സിലാക്കുന്നത്. ഉള്ളൂ. ഇന്ന് വരെ ഒരു ഗവർണർ ഇന്ത്യയിൽ ഒപ്പിടാണ്ട് വന്നിട്ടില്ല. പക്ഷെ വായിക്കാണ്ട് ഇറങ്ങിപ്പോയ ഇഷ്ടം പോലെ അല്ല, കഴിഞ്ഞ തവണ വാശി പിടിച്ചു. സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചില നടപടികൾ എടുപ്പിച്ചു. സെക്രട്ടറിയെ മാറ്റിയതിനു ശേഷമാണ് ഈ തീരുമാനം എടുത്തത്. അതെ അതിന്റെ ഉള്ളുകള്ളികൾ അവർ തമ്മിലുള്ളതാണ്. നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. ശരി, അത് നന്ദി അവര് ശ്രീ തമ്മിലുള്ള പത്മനാഭൻ ഉള്ളുകളികളാണ്. ചർച്ചയിൽ നമുക്ക് ചേർന്നതിന്. അഭിപ്രായം വി ആർ അനൂപ് സമ്പത്ത്. ഈവനിംഗ് ഷോ നമുക്ക് ഇന്നിവിടെ പൂർണ്ണമാവുന്നു. You are watching Reporter Evening Show.